മുട്ട ഓംലെറ്റും പഴങ്കഞ്ഞിയാണ് ഇന്നത്തെ സ്പെഷ്യല്. ചെറിയ ഉള്ളി, നമ്മുടെ പച്ചമുളക് എല്ലാം കൂടി ഇട്ട് ഇനി തേങ്ങ തിരികെയോട് ഇടുക. തേങ്ങ നമുക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. പഴങ്കഞ്ഞിയാണ്. അതിനുള്ള റെഡി ആയിട്ടുണ്ട്. ചെറിയ ഉള്ളി, പച്ചമുളക് എല്ലാം ചതയ്ക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ ഓംലെറ്റിനുള്ള ഇത് ഒഴിച്ചു കൊടുക്കുക. മുട്ട നന്നായി ഒഴിച്ചു കൊടുക്കുക. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഓംലെറ്റ് റെഡിയാവും. അപ്പോൾ പഴങ്കഞ്ഞിക്കുള്ളത് നമ്മളെല്ലാം കൂടെ ചതച്ചങ്ങോട്ട് ഇടുക. എല്ലാം നല്ല ഇതായിട്ട് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തലേന്ന് വെച്ച ചോറിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഇട്ടത് നമ്മളങ്ങോട്ട് കുറേശ്ശെ എടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് തൈര് കൂടെ ഒഴിക്കണം. ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. തിരിച്ചിടാം. നല്ല അടിപൊളി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് പഴങ്കഞ്ഞിൻ്റെ കൂടെ. ഇനി നമ്മുടെ കട്ട തൈര് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്താ ഒരു ടേസ്റ്റ്! ഈ തൈര് കുട്ടനെ നന്നായി ഇങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ മുട്ടയും കൂടെ ഇട്ട് തിന്നാലുണ്ടല്ലോ, എന്താ ഒരു രുചി, എന്താ ഒരു ടേസ്റ്റ്! രാവിലെ തന്നെ പഴങ്കഞ്ഞി മുട്ട ഓംലെറ്റ്. എൻ്റെ മക്കളെ, ഇതൊരു വേറെ ലെവൽ തന്നെയാണിത്. അങ്ങനെ ദോശ പോലെ വരന്നിരിക്കുന്ന നമ്മുടെ ഓംലെറ്റും പിന്നെ പഴങ്കഞ്ഞി റെഡിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തിന്നും നോക്കണം കേട്ടോ കൂട്ടുകാരെ. ബൈ.